നമസ്കാരം, കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മളിന്നൊരു ഇന്റഗ്രേഷന്റെ ഒരു സൂപ്പർ ക്വസ്റ്റൻ ആണ് എടുത്തേക്കുന്നത്. ഇത്തിരിയൊക്കെ ടഫായിട്ടുള്ള ക്വസ്റ്റൻസുകൾ നമ്മൾ ഇത്രയും അങ്ങനെ എപ്പോഴും ടഫായിട്ടുള്ള ക്വസ്റ്റൻസ് എടുക്കാറില്ല. കാരണം കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല ഇന്റഗ്രേഷന്റെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റൻസ്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് അങ്ങനെ ഈസി ആയിട്ടുള്ളത് കുറേ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. പ്രത്യേകിച്ച് നമുക്ക് എൻട്രൻസിന് ചെയ്യാനുള്ള ഒരു സ്കില്ല് വരണം. ചെയ്യാനുള്ള സ്കില്ല് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനെ കാണുമ്പോൾ ഇപ്പൊ നമ്മൾ ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ പോലെ തോന്നിയാൽ ഇവനെ എങ്ങനെ നമ്മളൊന്ന് ചെയ്തെടുക്കും എന്നുള്ള ആ രീതി ഉണ്ടല്ലോ, ആ ഗവേഷണം, ആ റിസർച്ച്, അത് നിങ്ങൾ നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്യണം. അതിനുള്ള ഒരു ആഗ്രഹം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ അതിനുള്ള ഐഡിയയും വരത്തുള്ളൂ. ഇഷ്ടമല്ല എന്ന് തോന്നിയാൽ നമുക്കൊരിക്കലും ഒരു ഐഡിയയും നമുക്ക് അവിടെ ഫോം ചെയ്യില്ല. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനുവേണ്ടി തന്നെയാണ് എടുത്തത്. വളരെ ശ്രദ്ധിച്ചിരിക്കണം അതിന്റെ ഓരോ സ്റ്റെപ്പുകളും പോകുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഓരോ സ്റ്റെപ്പുകളിലും ചെയ്യുന്ന മാറ്റങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഇതിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസുകൾ, ഇതൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്തെങ്കിലാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇന്റഗ്രേഷനിലെ ഒരു പുതിയ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മളെന്തോ ഒരാൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾക്ക് അറിയാം എന്നുള്ള രീതിയിലോട്ട് മാറും. ഓക്കെ, പിന്നെ നമ്മുടെ എൻട്രൻസ് ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ടുള്ള ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ മെറ്റീരിയൽ, നോട്ട്സുകൾ, എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ സോൾവ് ചെയ്ത മെറ്റീരിയൽ, പിന്നെ ഇക്വേഷൻ ബുക്കിലെറ്റ്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ എല്ലാം കിട്ടും. താഴെ തന്നുള്ള നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്യാം, സ്റ്റഡി ചെയ്യാം. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് റൈസ് 4 പ്ലസ് 3x സ്ക്വയർ പ്ലസ് 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതൊരു ഒരു സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ പെടുന്നതാണ്. ഇതേപോലത്തെ ഒത്തിരി ക്വസ്റ്റ്യൻസുകളുണ്ട്. അതിലെ ഒരു ചെറിയ മാറ്റമുള്ള ക്വസ്റ്റ്യനാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, എന്തായാലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒന്നും ഇപ്പോഴേ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള രീതി കൂടെ ഒന്നും അല്ല. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് ശ്രദ്ധിച്ചോണം. ന്യൂമറേറ്ററൊക്കെ അതേപോലെ എഴുതി, ഡിനോമിനേറ്റർ സ്റ്റാർട്ടിങ് ചെയ്യുക ഇത്ര തന്നെ. ആ റൂട്ടിനുള്ളിൽ എക്സ് റൈസ് 4 അല്ലയോ, അവിടെ നമ്മൾ എക്സ് സ്ക്വയറിനെ കോമൺ എടുക്കുന്നു. എക്സ് സ്ക്വയർ, എക്സ് റൈസ് 4 എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് സ്ക്വയർ ഇല്ല, എന്നാലും നമ്മൾ അങ്ങോട്ട് കോമൺ എടുക്കാൻ പോവാം. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയറിനെ റൂട്ടിനുള്ളിൽ കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ ആരൊക്കെ വരും ശ്രദ്ധിക്കണം. ഇവിടെ എക്സിന്റെ പവർ 4 ഉണ്ട് പോലെ, 2 എടുത്താൽ ബാക്കി 2 അകത്തങ്ങോട്ട് എഴുതണം. എക്സ് സ്ക്വയർ ശരിയല്ലേ? എക്സ് റൈസ് 4 നിന്ന് എക്സ് സ്ക്വയർ പോയാൽ ബാക്കി എക്സ് സ്ക്വയർ. 3x സ്ക്വയർ എക്സ് സ്ക്വയറിങ് പോയി, ബാക്കി ഇവിടെ ആരുണ്ട്? 3. 1ന് എക്സ് സ്ക്വയർ ഉണ്ടോ? വേണ്ട, 1/x സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3 പ്ലസ് 1/x സ്ക്വയർ. ഇത് മനസ്സിലായല്ലോ. ഈ എക്സ് സ്ക്വയറിന്റെ റൂട്ട് പുറത്തോട്ട് വന്നപ്പോൾ എക്സ് ആയി. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എത്രയായി? എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3 പ്ലസ് 1/x സ്ക്വയർ അല്ലേ? ഞാൻ ഇവിടുന്ന് ഈ എക്സ് സ്ക്വയറിനെ ഞങ്ങൾ കോമൺ എടുക്കാൻ പോവാണേ. ഇവിടുന്ന് എക്സ് സ്ക്വയറിന് ഇവിടെ തന്നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്ന നോക്കണേ. എക്സ് സ്ക്വയർ മൈനസ് 1 നിന്നും എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൽ നിന്നും എക്സ് സ്ക്വയർ പോയി കഴിഞ്ഞാൽ 1 മൈനസ് 1/x സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അന്നേരം എക്സ് സ്ക്വയർ എന്താ പോലെ ക്യാൻസൽ ആവും. ബാക്കി റിമൈനിങ് ടേംസിനെ എഴുതുമ്പോൾ ന്യൂമറേറ്റർ ബിക്കംസ് 1 minus 1/x square dx. ഓക്കെ, 1 minus 1/x square dx. ഡിനോമിനേറ്റർ കിടക്കുന്ന റൂട്ട് ഓഫ് ആരായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 3 പ്ലസ് 1/x സ്ക്വയർ. ഇതിനുള്ളിലെ ഈ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറും 1 മൈനസ് 1/x സ്ക്വയറും തമ്മിൽ ബന്ധമുണ്ട്. അതെന്താന്ന് കേട്ടോണേ. ഞാനിപ്പോ ഈ രണ്ട് പേരെ വെച്ചുകൊണ്ട് എഴുതാൻ പോകുന്ന നോക്കണം. എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ മൈനസ് 2. ഓക്കെ, x square plus 1/x square can be written as x plus 1/x the whole square minus 2 എന്ന് പറഞ്ഞാൽ a plus b the whole square minus 2. ആ രീതിയിൽ കൂടെയാണ്. നിങ്ങൾ ഇയാളെ എക്സ്പാൻഡ് ചെയ്തിട്ട് 2 കുറച്ചാൽ ഈ 2 പേരെ കിട്ടും. പ്ലസ് 3 മാറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് 2 പേർക്കും വേണ്ടിയാണ് ഇത്ര. ഓക്കെ, ഇത്രയാണല്ലോ ഈ 2 പേർക്ക് വേണ്ടി. ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെ ഒരു ബന്ധമുണ്ട്. ഇയാളും തമ്മിലുള്ള ബന്ധം പറഞ്ഞാൽ ഇയാളുടെ ഡെറിവേറ്റീവ് ആണ് ഇത്. എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ഡെറിവേറ്റീവ് മൈനസ് 1/x സ്ക്വയർ. അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റഡ് പോർഷൻ ഇതാണ്. ഇങ്ങനത്തെ ഒരു തോന്നലുണ്ടാകണം. ഇത്രയൊന്നും കുഴപ്പമില്ലല്ലോ, വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ ഞാൻ എക്സ് പ്ലസ് 1/xന് നമ്മൾ ആരെന്ന് പേര് കൊടുക്കുന്നു? യു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 മൈനസ് 1/x സ്ക്വയർ dx ഈക്വൽ ടു du. ശരിയാണല്ലോ. എക്സിൻ്റെത് 1, 1/xൻ്റെത് മൈനസ് 1/x സ്ക്വയർ dx ഈക്വൽ ടു du. ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരുമ്പോൾ 1 മൈനസ് 1/x സ്ക്വയർ dx ബിക്കംസ് ആരായി? dy. ന്യൂമറൽ ആരുമില്ലെങ്കിൽ 1/√of x plus 1/x is u. Therefore, this becomes u square minus 2 plus 3 becomes 1.
ഓക്കെ 1/u² + 1 ഈസ് ഇൻ ദ ഫോം ഓഫ് 1/√(x² + a². 1 നമുക്ക് 1² എന്ന് വേണമെങ്കിൽ എഴുതാം. 1/√(x² + a², അതായത് 1/√(x² + a², log x + √(x² + a². ഇവിടെ വരുമ്പോൾ log x പ്ലസ് അല്ല u + √(u² + 1² + a. ഓക്കെ, ഇവിടെ വെച്ച് യുവിന്റെ പ്ലേസിൽ നിങ്ങൾ പഴയ വാല്യൂ കൊടുക്കുമ്പോൾ that is equal to log of ഈ യുവിന് പകരം x + 1/x plus √(x + 1/x the whole square plus അരമനെ 1 ആണ്. ഓക്കെ, ഇതിനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ ഇത് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. ഓക്കെ, ഇത് തന്നെ കിട്ടുകയും ചെയ്യേണ്ടത്, ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം. ഇത്രയാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാനുള്ള ഒരു ചെറിയൊരു കഴിവ് നേടിയെടുക്കണം കേട്ടല്ലോ. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് തെറ്റാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതേപോലുള്ള ക്ലാസ്സുകൾ ഇനിയും വരും. മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക.